ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് നാസയിൽ നിന്ന് വിരമിച്ചു. 27 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷമാണ് പടിയിറക്കം. മനുഷ്യരാശിയുടെ ബഹിരാകാശ യാത്രയിൽ പുതിയ പാത തുറന്ന വ്യക്തിയാണ് സുനിതയെന്ന് നാസ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു. 3 ദൗത്യങ്ങളിലായി 608 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച ശേഷമാണ് സുനിത വില്യംസ് തന്റെ കരിയറിന് തിരശ്ശീലയിടുന്നത്. ഇന്നലെയാണ് നാസ വിവരം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടക്കുന്ന വനിത, ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് ചെലവഴിക്കുന്ന 6ാമത്തെ സഞ്ചാരി എന്നീ റെക്കോർഡുകളാണ് ഈ 60കാരിയുടെ പേരിലുള്ളത്. ഇന്ത്യൻ വംശജയായ സുനിത 1998 നാസയിൽ ചേരുന്നത്. 2006 ഡിസംബറിലാണ് ഇവർ ആദ്യമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത്. STS-116 ക്രൂവിനൊപ്പം ഡിസ്കവറി ബഹിരാകാശ വാഹനത്തിലായിരുന്നു യാത്ര. കന്നി ബഹിരാകാശ ദൗത്യത്തിൽ ഫ്ലൈറ്റ് എഞ്ചിനീയറുടെ ചുമതലയായിരുന്നു സുനിത വില്യംസിന്. 2021 അടുത്ത യാത്ര. ഈ ദൗത്യത്തിൽ 127 ദിവസം സുനിത ISS-ൽ ചെലവഴിച്ചു. എക്സ്പെഡിഷൻ 33 സംഘത്തിനൊപ്പം സ്പേസ് സ്റ്റേഷൻ കമാൻഡർ കൂടിയായിരുന്നു സുനിത വില്യംസ്. ബുഷ് വിൽമോറിനൊപ്പം ഏറ്റവും ഒടുവിലായി നടത്തിയ ബഹിരാകാശവാസം 10 ദിവസത്തേക്കാണ് നിശ്ചയിച്ചിരുന്നതെങ്കിലും 286 ദിവസം നീണ്ടു. ബഹിരാകാശ പേടകത്തിന് സാങ്കേതിക തകരാർ സംഭവിച്ചതോടെയാണ് മടക്കയാത്ര നീണ്ടത്. 3 യാത്രകളിലായി ആകെ 9 തവണ സുനിത ബഹിരാകാശത്ത് നടന്നു. ആകെ സമയം 62 മണിക്കൂർ. നാസയുടെ ബഹിരാകാശ നടത്തക്കാരുടെ പട്ടികയിൽ 4ാമതും ബഹിരാകാശ യാത്രികമാരുടെ പട്ടികയിൽ സുനിത 1ാമതുമാണ്. ബഹിരാകാശത്ത് മാരത്തൺ ഓട്ടവും സുനിതയുടെ പേരിൽ തന്നെ. ഇന്ത്യ സന്ദർശനത്തിനിടെയാണ് സുനിത വില്യംസിന്റെ വിരമിക്കൽ വാർത്ത പുറത്തുവന്നത്. മനുഷ്യരാശിയുടെ ബഹിരാകാശ യാത്രയിൽ പുതിയ പാത തുറന്ന വ്യക്തിയാണ് സുനിതയെന്ന് നാസ ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കി. ചന്ദ്രനിലേക്ക് നടക്കാനിരുന്ന ആർടെമിസ് ദൗത്യത്തിനും ഭാവി ചൊവ്വ ദൗത്യങ്ങൾക്കും അടിസ്ഥാനമൊരുക്കിയതിൽ സുനിതയുടെ പങ്ക് വലുതാണെന്ന് നാസ അഡ്മിനിസ്ട്രേറ്റർ ജാരഡ് ഐസക്മാൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.